ഹായ്, എൻ്റെ പേര് രാജേഷ് എന്നാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ആരെക്കുറിച്ചോ ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിലോ ഒന്നും പറയുന്നില്ല. കാരണം ടോപ്പിക്ക് കുറച്ച് സെൻസിറ്റീവായ ടോപ്പിക്കാണ്. അപ്പോൾ അത് ഞാൻ പേഴ്സണലി ആരെയോ അതായത് ഒരു വികാരത്തെയോ ഒരു ഇതിനെയോ ഞാൻ പേഴ്സണലി വേദനിപ്പിക്കാനോ അവരെ അവഹേളിക്കാനോ അവരെ പുച്ഛിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും പറയുന്നതല്ല. കാരണം ടോപ്പിക്ക് സെൻസിറ്റീവായ ടോപ്പിക്കാണ്. സോ അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ വിനയപൂർവ്വമുള്ള ക്ഷമാപണം നിങ്ങൾ സ്വീകരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ടോപ്പിക്ക് സെൻസിറ്റീവാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ പറയാൻ പാടില്ല. ബട്ട് എനിക്കത് പറഞ്ഞേ പറ്റൂ. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ അമ്പലങ്ങളുടെ കോൺസെപ്റ്റുമായിട്ട് ഒരു വർഷമായി ഇറങ്ങിയിട്ട്. പക്ഷേ വീഡിയോസൊക്കെ ചെയ്യുന്നത് വളരെ കുറവാണ്. ഫോണിൽ വീഡിയോസ് എടുക്കാറുണ്ട്. പക്ഷേ വീഡിയോ പബ്ലിഷ് ചെയ്യാറില്ല, അപ്ലോഡ് ചെയ്യാറില്ല. അപ്പോൾ എന്തായാലും ഈ വർഷം അത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. സോ ഇതല്ല ടോപ്പിക്ക്. അപ്പോൾ ടോപ്പിക് എന്ന് പറയുന്നത് കൊട്ടിയൂർ തന്നെയാണ്. അപ്പോൾ കൊട്ടിയൂർ എൻ്റെ ടൈറ്റിൽ നിങ്ങൾ കാണുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമല്ലേ? മലയാളികളില്ലാത്ത കൊട്ടിയൂർ. സത്യമാണ്. കാരണം കൊട്ടിയൂർ ഈ വർഷം ഞാൻ 20-ാം തീയതി പോയായിരുന്നു. 20-ാം തീയതി കൊട്ടിയൂർ പോയ സമയത്ത് തന്നെ കൊട്ടിയൂരിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ നോട്ട് ചെയ്ത കാര്യമാണ് കൊട്ടിയൂർ മലയാളികൾ കുറവാണ്. ഇതാണ് സത്യം. കൊട്ടിയൂർ മലയാളികൾ വളരെ കുറവാണ്. വരുന്നതെല്ലാം കർണാടക രജിസ്ട്രേഷൻ വണ്ടി. അതായത് കെ.എയുടെ കാറുകൾ, ബൈക്കുകൾ, അവരുടെ മറ്റേ വലിയ ടെമ്പോ ട്രാവലർ, ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് കാണുന്നത്. ഫുള്ള് കൊട്ടിയൂരിൽ വരുന്നത് കെ.എ. റൂമൊന്നും അവൈലബിൾ അല്ല. തിരുനെല്ലി ചെന്നപ്പോഴും ഇത് തന്നെയാണ് സിറ്റുവേഷൻ. കഴിഞ്ഞ വർഷമൊന്നും ഇത്രയും കർണാടകയിലുള്ള വ്യക്തികളൊന്നും കൊട്ടിയൂർ വന്നിട്ടില്ല. അപ്പോൾ ഞാനിത് എന്താ സംഭവം? കാരണം നമ്മുടെ ശബരിമലയിൽ തമിഴ് പീപ്പിൾസും തെലുങ്ക് പീപ്പിൾസും ഒക്കെ വരുന്നത് നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. കാരണം പണ്ട് മുതൽക്കേ ശബരിമലയിൽ ഏറ്റവും കൂടുതൽ തമിഴും തെലുങ്കും പിന്നെ മലയാളികളുമാണ് അവിടെ മെയിൻ വരുന്നത്. ഹിന്ദിക്കാർ കുറവാണ്, കർണാടകക്കാർ കുറവാണ്. അപ്പോൾ എന്തുകൊണ്ട് കർണാടകക്കാർ പെട്ടെന്ന് കൊട്ടിയൂർ വന്നു? ഇതെനിക്ക് ക്യൂരിയോസിറ്റി ഉണർത്തിയ കാര്യമായിരുന്നു. പക്ഷേ ഞാൻ 20-ാം തീയതി പോയിട്ട് ഞാൻ ആ സമയത്ത് കൊട്ടിയൂരൊന്ന് തൊഴുതു, വീഡിയോ എടുത്ത് വന്നു. എനിക്കതിൻ്റെ ഒരു കാര്യവും മനസ്സിലായില്ല. അപ്പോഴാണ് എൻ്റെ കൂടെയുള്ള ചേട്ടൻ പറഞ്ഞത്, എടാ കൊട്ടിയൂരിലേക്ക് നമുക്ക് രണ്ടാമതൊരിക്കൽ കൂടെ പോകണം. കാരണം കൊട്ടിയൂർ ലാസ്റ്റ് ദിവസം അവിടെ വാള് കൊണ്ടുവരുന്നു. ആ വാള് നമുക്ക് എന്തായാലും ഒന്ന് പോയി കാണാം. സോ അങ്ങനെ ഞാൻ ലാസ്റ്റ് ദിവസം പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതാണ് ഞാൻ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോ. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ആ ഒരു ടൈമിൽ അവിടെ മാനന്തവാടിയിലാണ് റൂം എടുത്തത്. പഴയ സ്ഥലത്ത് തന്നെ. അപ്പോൾ അവിടെ ഞാൻ ചെന്ന് ചോദിച്ചു ആ പുള്ളിക്കാരനടുത്ത്, ആ റൂമിൻ്റെ ഓണറിനടുത്ത്. അപ്പോൾ ആ പുള്ളിക്കാരൻ വളരെ രസകരമായിട്ടൊരു കാര്യം പറഞ്ഞു. ഇത് കേട്ടിട്ട് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു, ബിൽഡിങ്ങിൻ്റെ ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, കർണാടകയിലുള്ള ഒരു വ്യക്തിക്ക് ദർശനം കിട്ടി. അപ്പോൾ ഞാൻ ദർശനോ? ആ, അതായത് കൊട്ടിയൂർ വന്ന് അവർക്ക് ദർശനം കിട്ടി. അതുകൊണ്ടാണ് ഇത്രയും കർണാടകയിലുള്ളവര് ഈ ഒരു കൊട്ടിയൂരിലേക്ക് ഇങ്ങനെ ഇടിച്ച് പാഞ്ഞ് പെയ്ത് വരുന്നേന്ന്. അപ്പം ഞാൻ കർണാടകയിലുള്ളവർക്ക് ദർശനം? അതെന്താ നമുക്കാർക്കും കിട്ടാതെ കർണാടകയ്ക്ക് കിട്ടി? ഞാൻ അവരെ ഒരിക്കലും കുറച്ച് കാണുന്നതൊന്നുമല്ല. നമ്മൾ പെട്ടെന്ന് ക്യൂരിയോസിറ്റി തോന്നൂലേ? ഇപ്പോൾ കേരളത്തിലുള്ള ഒരു അമ്പലത്തിൽ നമുക്ക് ഒന്നും കിട്ടിയില്ല, അവർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കത് എന്താ അവർക്ക് കിട്ടുക? ഞാനങ്ങനെ ആലോചിച്ചു. എന്നിട്ട് ഈ ദർശനമൊക്കെ ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിൽ ദർശനം കിട്ടുമോ? എനിക്കറിയില്ല. ഞാനിങ്ങനെ ഇങ്ങനെ ആലോചിച്ചു. 1, 2 പേരോടൊക്കെ ചോദിച്ചു. എന്നിട്ട് ഞാൻ ഇതിനെപ്പറ്റി എൻ്റെ കൂടെ വന്നൊരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടനെ കൊണ്ട് വേറൊരു വ്യക്തിയുടെ അടുത്ത് വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർക്കും വലിയൊരു ഐഡിയ ഇല്ല ഇതെന്താ സംഭവമെന്ന്. എൻ്റെ ഉള്ളിൽ ഈ ക്യൂരിയോസിറ്റി ഇങ്ങനെയൊക്കെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. ആർക്കാണ് ദർശനം കിട്ടിയത്? എന്താണ് ദർശനം കിട്ടിയത്? എന്നാണ് ദർശനം കിട്ടിയത്? എങ്ങനെയാണ് മനസ്സിലായില്ലേ? നമുക്ക് ആ ഒരു കാര്യം അൺഫിനിഷ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റഡ് അല്ലാതെ ആയിട്ട് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു പൂരിപ്പിക്കണ്ടേ? അപ്പം അതെൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്യൂരിയോസിറ്റി വന്ന് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ CNG ഇല്ല. നമ്മൾ CNGയുടെ കാറിലാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ CNG ഇല്ല. ചോദിച്ചപ്പോൾ പറഞ്ഞു CNGയുടെ പ്രഷർ വളരെ കുറവാണ്. രാവിലെ മുതൽ കർണാടകയിലുള്ളവർ ഫുള്ള് CNG വണ്ടി കൊണ്ടുവന്ന് ഇവിടെ അടിച്ച് തീർത്തിട്ട് പോയി. അതുമാത്രമല്ലാതെ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നല്ല തിരക്ക് ക്യൂ എല്ലായിരുന്നു. അപ്പം ഞാൻ പെട്രോൾ പമ്പിൽ നിന്ന പയ്യനോട് ചോദിച്ചു, ബ്രോ എന്താ ഈ സംഭവം? അപ്പോൾ പറഞ്ഞു, കർണാടകയിലെ ഒരു വലിയൊരു ലീഡിങ് സ്റ്റാർ, അതായത് ദർശൻ എന്ന് പറയുന്ന കർണാടകയിലെ ഒരു വലിയൊരു സ്റ്റാറാണ്. ദർശനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഗൂഗിളിൽ പോയി നോക്കിയാൽ മതി. കാരണം കർണാടകയിലെ ഒരു ലീഡിങ് ആക്ടർ. അദ്ദേഹം മിക്ക വർഷങ്ങളിലും കൊട്ടിയൂർ വന്ന് തൊഴാറുണ്ട് പോലും. അങ്ങനെ ഈ പ്രാവശ്യം വന്ന് തൊഴുതിട്ട് പുള്ളിക്കാരന് ഒരു കേസുണ്ടായത്. പുള്ളി ജയിലിലൊക്കെ ആയിരുന്നു. ആ ആ സംഭവങ്ങളെല്ലാം നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞാൽ കോൺട്രവേഴ്സി ആവും. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ആ പുള്ളി ജയിലിൽ നിന്ന് ഈ ഒരു അമ്പലത്തിൽ വന്ന് തൊഴുതതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കേസ് ഫുള്ള് ഒത്തുതീർപ്പായി, സോൾവായി, പുള്ളി ഫ്രീ ആയെന്നൊക്കെയാണ്
പെട്രോൾ പമ്പിലുള്ള ആ ഒരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ ഇതൊക്കെ നമ്മളറിയാത്ത, അതായത് കർണാടകയുടെ ഒരു ബിഗ് സ്റ്റാർ കൊട്ടിയൂർ വന്നിട്ട് അറിഞ്ഞില്ല. കാരണം റീൽസൊക്കെ നോക്കിയിട്ടും അതിലൊന്നും കണ്ടില്ല. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം നമ്മളെ നൈസായിട്ട് ചോർത്തുവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. കാരണം അത് സത്യമാണ്. കാരണം നമ്മൾ ഈ ചുറ്റുപാടിൽ കേട്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, ഗൂഗിള് എല്ലാവരും കേട്ടോണ്ടിരിക്കുക. കാരണം എന്ന് പറയുന്നത് അപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് വന്ന റീല് കർണാടക ആക്ടർ ദർശൻ വിസിറ്റഡ് കൊട്ടിയൂർ ടെമ്പിൾ. ഞാൻ ഞാൻ കാണിച്ചു തരാം. ഞാനത് വ്യക്തമായിട്ട് കാണിച്ചു തരാം. കുറച്ച് റീൽസൊക്കെ എടുത്ത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട്. ഇതാണ് ആ ഒരു ദർശൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് പുള്ളിയുടെ ഫോട്ടോ എടുത്തോണ്ടായിരിക്കും, അല്ലെങ്കിൽ വീഡിയോ എടുത്തോണ്ടായിരിക്കും. അപ്പോൾ ഈ റീലൊക്കെ വരുന്നത് ഫുള്ള് കർണാടകക്കാരാണ് അവരുടെ പേജിൽ ഇങ്ങനെ ಇಡುന്നത്. സോ ആ റീല് അത്രേ ഉള്ളൂ. ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല. ഇനി വേറൊരു റീലുണ്ട്. അതിൻ്റെ ഒരു ഓഡിയോ ഞാനൊന്ന് ಫ್ರೆಂಡ್ಸ್ ಎಲ್ಲ ಸೇರ್ಕೊಂಡು ನಾವು ಹೋಗಿದ್ದು ಕೇರಳದ ಮಾಡಾಯ್ಕವ್ ಅನ್ನೋ ದೇವಸ್ಥಾನಕ್ಕೆ. ಗಾಡಿಯಿಂದ ಇಳಿದು ನೋಡಿದ್ರೆ 90% ವೆಹಿಕಲ್ಸ್ ಎಲ್ಲ ಕರ್ನಾಟಕದ್ದೇ ಇದೆ. ಇಲ್ಲಿ ನೀವು ನೋಡಬಹುದು 1 ತಿಂಗಳ ಹಿಂದೆ ಮಾಡಾಯ್ಕವ್ ವಾತಾವರಣ ಯಾವ ತರ ಇತ್ತು ಅಂತ. ಆದ್ರೆ ನಾವು ಹೋಗಿದ್ದ ದಿನ ಭಕ್ತಾದಿಗಳ ಸಮುದ್ರವೇ ಹರಿದಿತ್ತು. ಜನಸಂಖ್ಯೆ ಎಷ್ಟಿತ್ತು ಅಂದ್ರೆ ಕಾಲಿಡಕ್ಕೂ ಜಾಗ ಇರ್ತಾ ಇರ್ಲಿಲ್ಲ. ಎಲ್ಲರ ಮುಖಭಾವ ಹೆಂಗಿತ್ತು ಅಂದ್ರೆ ದೇವಸ್ಥಾನದ ಒಳ ಹೋಗಿ ದೇವರ ಆಶೀರ್ವಾದ ಪಡೆಯಕ್ಕಿಂತ ದೇವಸ್ಥಾನದಿಂದ ಹೊರಗೆ ಬಂದ್ರೆ ಸಾಕಪ್ಪ ಅನ್ನೋ ತರ ಇತ್ತು. ಸರಿಯಾಗಿ ದೇವಸ್ಥಾನದ ಕೆಲಸಗಳೇ ಮುಗ್ದಿಲ್ಲ, ಆದ್ರೂ ಇಷ್ಟೊಂದು ಭಕ್ತಾದಿಗಳು ಸೇರಕ್ಕೆ ಹೇಗೆ ಸಾಧ್ಯ ಅನ್ನೋ ಕುತೂಹಲಕ್ಕೆ ಈ ದೇವಸ್ಥಾನದ ಬಗ್ಗೆ ತಿಳ್ಕೊಳ್ಳಕ್ಕೆ ಹೋದೆ. ಆಗ ನನ್ನ ಎಲ್ಲಾ ಗೊಂದಲಕ್ಕೂ ಉತ್ತರ ಸಿಕ್ತು. ಈ ದೇವಸ್ಥಾನ ಕೇರಳದ್ದಾದ್ರೂ ಅಲ್ಲಿ ಸೇರಿರ್ತಕ್ಕಂತ ಜನ ಕರ್ನಾಟಕದವರು. ಇದಕ್ಕೆ ಮುಖ್ಯ ಕಾರಣ 1 ತಿಂಗಳ ಹಿಂದೆ ಅಷ್ಟೇ ಆ ದೇವಸ್ಥಾನಕ್ಕೆ ಶತ್ರು ಸಂಹಾರ ಅನ್ನೋ ಪೂಜೆ ಮಾಡ್ಸಕ್ಕೆ ಬಂದಿರುವಂತ ದರ್ಶನ್ ತೂಗುದೀಪ ಅವರು. ഇത് അവർ BGM ഒക്കെ കയറ്റി വലിയ രീതിയിൽ എഡിറ്റ് ചെയ്തൊക്കെ വിട്ടേക്കുവാണ്. ഇത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. കേരളത്തിലുള്ള മാടായിക്കാവിൽ ഈ ദർശൻ വന്നു, അവിടെ ശത്രുസംഹാര പൂജ ചെയ്തു. അതുകൊണ്ട് പുള്ളിക്ക് ഇത് രക്ഷപ്പെട്ടു. അതായത് പുള്ളിയുടെ കേസ് സോൾവായി. ആ വഴിക്കാണ് പുള്ളി കൊട്ടിയൂർ, തിരുനെല്ലി ഇതുപോലുള്ള അമ്പലങ്ങളെല്ലാം വിസിറ്റ് ചെയ്തത്. അപ്പോൾ ഇത് അറിഞ്ഞതോടുകൂടി കർണാടകയിലുള്ള എല്ലാവർക്കും ക്യൂരിയോസിറ്റി ആയി. ദർശൻ എന്തുകൊണ്ട് കേരളത്തിൽ വന്നു? ഇവർ 1-2 പേരല്ല വന്നതും അങ്ങ് ഫുള്ള് കർണാടകക്കാർ. അതായത് ഇവിടെ എൻ്റെ സ്ഥലം തിരുവനന്തപുരം. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടിയൂർ വരെ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ ടൈം എടുക്കും. കാരണം എങ്ങനെ പോയാലും കോഴിക്കോട് വരെ ജനശതാബ്ദി എടുത്താൽ പോലും ഉച്ചയാകും. പിന്നെ അവിടുന്ന് മാനന്തവാടി, അവിടുന്ന് കൊട്ടിയൂർ, അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് കൊട്ടിയൂർ പോകണമെങ്കിലും സമയമെടുക്കും. കാരണം എങ്ങനെ പോയാലും ഒരു ദിവസം കംപ്ലീറ്റ് പോയി കിട്ടും. പക്ഷേ ഇവർക്കെന്ന് പറയുന്നത് മൈസൂർ, ബാംഗ്ലൂർ ഉള്ളവർക്ക് 4 മണിക്കൂറും 5 മണിക്കൂറും ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഹൈവേ വഴി ഈസി ആയിട്ട് വയനാട് കയറാൻ പറ്റും. അങ്ങനെയാണ് അവർ മൊത്തം വന്നത്. ഇതാണ് മെയിൻ റീസൺ. ഇത് ദർശൻ എന്ന് പറയുന്ന ഒരാളുടെ കാര്യം ഞാൻ ഇനിയും കാണിച്ചു തരാം. ഞാനിപ്പോൾ കാണിക്കുന്നത് കർണാടകയിലെ മറ്റൊരു ബിഗ് സ്റ്റാറാണ്. ജഗ്ഗേഷ് എന്നാണ് പറയുന്നത്. ഒരുപാട് ദിലീപ് സിനിമകളൊക്കെ റീമേക്ക് ചെയ്ത് ഒരുപാട് ട്രോൾസിലൊക്കെ ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത റീൽ എനിക്ക് വന്നത് ഈ ഒരു പുള്ളി കൊട്ടിയൂർ നിൽക്കുന്നെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഇതെന്താ വീണ്ടും കർണാടകയിലുള്ള അടുത്തൊരു സ്റ്റാറോ? സോ ഞാൻ എനിക്ക് വയ്യ. സോ ഇതൊക്കെ ഞാൻ അറിയാൻ ഇത്രയും താമസിച്ചത് എന്താണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഒരുപാട് കർണാടകയിലുള്ള മെയിൻ ആൾക്കാർ മൊത്തം വന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് ഇത്ര മാത്രം കർണാടകയിലുള്ള വ്യക്തികൾ ഇവിടെ കൊട്ടിയൂർ വന്നത്. അതുമാത്രമല്ലാതെ വേറൊരു പുള്ളിയുടെ ടൂറിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കണ്ടു. അതായത് ഇതൊക്കെ സംഭവിക്കുന്ന 1 മാസം പോലും ആയിട്ടില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് ദിവസം കൊണ്ടാണ് ടൂറിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്. ഞാൻ കേൾപ്പിച്ചു തരാം. കാരണം ഞാനത് സ്ക്രീൻ റെക്കോർഡിൽ വെച്ച് ഞാൻ സൈഡിൽ കാണിക്കാം. പക്ഷേ എന്നാലും ഞാൻ കേൾപ്പിച്ചു തരാം. കാരണം എന്ന് പറഞ്ഞാൽ അത് ഓഡിയോ കറക്റ്റായിട്ട് ഇട്ട് ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിക്കണമെങ്കില്ല. ದಿವಸ ಮಾತ್ರ ಪೂಜೆ ನಡೆಯುವಂತ ಒಂದು ವಿಶೇಷ ದೇವಸ್ಥಾನ. ಪ್ರಕೃತಿಯ ನಡುವೆ ಪಾವಲಿ ನದಿ ತೀರದಲ್ಲಿರುವಂತಹ ಉದ್ಭವ ಲಿಂಗಕ್ಕೆ ಆದಿ ಶಂಕರಾಚಾರ್ಯರು ರೂಪಿಸಿರುವಂತಹ ವಿಧಾನಗಳಲ್ಲಿ ಪೂಜೆ ಸಲ್ಲಿಸಲಾಗುತ್ತೆ. ವೈಶಾಖ ಮಹೋತ್ಸವದಲ್ಲಿ ಬರೀ 2,500 ರೂಪಾಯಿಗಳಲ್ಲಿ ಈ ಪುಣ್ಯ ಸ್ಥಳಕ್ಕೆ ನಾವು ಹೋಗಿ ಬರ್ಬೋದು. ದಕ್ಷಿಣ ಕಾಶಿಯದ ಪ್ರಸಿದ್ಧವಾಗಿರುವಂತಹ ಕಣ್ಣೂರು ಜಿಲ್ಲೆಯ ಕೊಟ್ಟಿಯೂರು ಮಹಾದೇವ ದೇವಸ್ಥಾನದಲ್ಲಿ ಈ ಪ್ರಕೃತಿ, ಮಾನವ ಮತ್ತು ದೈವಿಕ ಸಂಗಮ ಇರೋದು. ಕಾಮಧೇನು ಟೂರ್ಸ್ ಅಂಡ್ ಪ್ಯಾಕೇಜ್ ಅವರ 1 ಡೇ ಟ್ರಿಪ್ 26ನೇ ತಾರೀಕು ಗುರುವಾರ ರಾತ್ರಿ ಬೆಂಗಳೂರಿನಿಂದ ಹೊರಡೋದು. ಪಿಕಪ್ ಪಾಯಿಂಟ್ ಬೇರೆ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ಮತ್ತು ಆನಂದ್. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂർ ഓപ്പറേറ്റർ നിന്ന് കൊട്ടിയൂരിൻ്റെ കഥ പറയുവാണ്. കണ്ണൂർ ജില്ലയിലുള്ള കൊട്ടിയൂർ എന്ന് പറയുന്ന ഈ ഒരു കാട്ടിനുള്ളിൽ കുറച്ച് ദിവസം മാത്രം തുറക്കുന്ന ഈ ഒരു ദേവസ്ഥാനം. സോ ഇവിടെ നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് കൊട്ടിയൂർ വരെ വരാൻ 2,500 രൂപ പെർ ഹെഡ് കൊടുക്കുകയാണെങ്കിൽ അവർ കൊണ്ടുതരാത്. ഇതും കഴിഞ്ഞില്ല, ഒരുപാട് പേര് റീൽസ് ഇടുന്നവർ ഒരുപാട് വന്നു. യൂട്യൂബിൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ, ട്രെയിനിൽ കൊട്ടിയൂർ വരെ വന്നിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ, അയ്യോ കൊട്ടിയൂർ
കൊട്ടിയൂരെന്ന് പറയുമ്പോൾ ഫുള്ള് കർണാടകയായി. എന്ന് വെച്ചാൽ മലയാളികൾ ഇല്ല. അതായത് ലാസ്റ്റ് ദിവസം ഞാൻ കൊട്ടിയൂര് പോയപ്പോൾ അവര് ഈ കമ്പൊക്കെ വെച്ചോണ്ടിരിക്കുവാ. കാരണം ഈ കർണാടകയിൽ നിന്ന് വന്നവര് ജസ്റ്റ് ഈ ദർശൻ വന്നു, ജഗ്ഗേഷ് വന്നു, കുറച്ച് അവിടുത്തെ സെലിബ്രിറ്റീസ് വന്നു, അല്ലെങ്കിൽ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് വന്നെന്ന് പറഞ്ഞ് ചാടി അങ്ങ് പുറപ്പെട്ടു. ഇവർക്ക് കൊട്ടിയൂർ എന്തെന്നറിയില്ല. കൊട്ടിയൂരത്തെ ആചാരങ്ങൾ എന്തെന്നറിയില്ല. ഇതൊന്നും അറിയാതെ ചാടി പുറപ്പെട്ട് വന്നിട്ട് ഇവർക്കൊന്നും അറിയില്ല. 3 ദിവസം മുന്നേ പ്രസാദം തീർന്നു. കൗണ്ടറിൽ ചോദിച്ചു പറയാ ഇത്രയും കർണാടകക്കാർ, അതായത് അവർ തന്നെ, അതായത് ഈ അമ്പലത്തിലെ ദേവസ്വം ആയിക്കോട്ടെ, അവരുടെ ഭാരവാഹികളായിക്കോട്ടെ, ഇവരെല്ലാവരും ഷോക്കായി വരാറ്. അത്രയും മാത്രം ആൾക്കാരാണ് വന്നത് കർണാടകയിൽ നിന്ന്. കാരണം മലയാളികൾ വരുന്നതിൻ്റെ ഡബിൾ ത്രിപിൾ ഇരട്ടിയാണ് കർണാടകക്കാർ വന്നത്. ഇവർ വന്ന് റോഡ് ബ്ലോക്കാക്കി, പെട്രോൾ പമ്പിൽ പെട്രോൾ ഇല്ല, CNG ഇല്ല. അതുമാത്രമല്ലാതെ അമ്പലത്തിൽ പ്രസാദമില്ല. 3 ദിവസം മുന്നേ ഉണ്ണിയപ്പം അരവണയൊക്കെ തീർന്നു. ഇത് പോരാഞ്ഞിട്ട് ഈ ചടങ്ങുകളൊന്നും ഇവരൊക്കെ അറിയില്ല. ഇവർ വരുന്നു, ഫോട്ടോ എടുക്കുന്നു, പോകുന്നു, പൂജാരിയെ പോയി തൊടുന്നു. അപ്പോൾ അവിടെ ഒരു പൂജാരി നമ്മളോട് സംസാരിച്ചതാ, കർണാടകയിൽ നിന്ന് വന്നൊരു ഓടിപ്പോയിട്ട് മേൽശാന്തിയെ തൊട്ടു. അന്നത്തെ ഒരു ദിവസം പൂജ എന്ന് പറഞ്ഞാൽ മേൽശാന്തി ആരെ സ്പർശിക്കാനോ ഒന്നും ചെയ്യാതെ കംപ്ലീറ്റ് ദൈവത്തിനെ മാത്രം ധ്യാനിച്ചിരിക്കണം എന്നുള്ള ഒരു പൂജയായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് ഇവർ ഓടിപ്പോയി മേൽശാന്തിയെ തൊട്ടു. മേൽശാന്തി പിന്നെ വീണ്ടും ഒന്നേന്ന് കുളിച്ചെന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു. കാരണം നമ്മുടെ അടുത്ത് ഒരു പൂജാരി പറഞ്ഞതാ. അപ്പോൾ ഓരോ സ്ഥലത്തും അതിൻ്റേതായ കൾച്ചറുണ്ട്, അതിൻ്റേതായ പൂജകളുണ്ട്. പോരാഞ്ഞിട്ട് ഇവിടെ ഫുള്ള് ഇവർ വന്നത് കൊണ്ട് ഈ അണ്ടർവെയർ, ഇന്നർ വെയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ചെരുപ്പ്, മുണ്ട്, പാൻറ്റ്, ഇതെല്ലാം ആ ഒരു കൊട്ടിയൂർ നദിക്കരയിൽ ഊരിയിട്ടിട്ട് പോയി. അപ്പോൾ ഒരുപാട് പേര് അതിനെക്കുറിച്ച് ഡിബേറ്റ് നടത്തുന്നുണ്ടായിരുന്നു. കുറച്ച് പേര് പറയുന്നു മലയാളികളാണ് ഊരിയിട്ടിട്ട് പോയത്. നമ്മൾ ഇത്രയും നാളും അവിടെ പോയതല്ലേ. എൻ്റെ അഭിപ്രായത്തിൽ മലയാളികൾ ഊരിയിടാനുള്ള ചാൻസ് 98% കുറവാണ്. ബാക്കി 2% എല്ലായിടത്തും കാണും. പക്ഷേ 92% കുറവാണ്. കാരണം നമ്മൾ ഇത്രയും വർഷവും കൊട്ടിയൂർ പൊക്കോണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പം നമുക്കറിയാം കൊട്ടിയൂർ എന്താണ്, ദക്ഷിണകാശിയാണ്, കാട്ടിനകത്തുള്ളതാണ്, കാടിനെ പ്രിസർവ് ചെയ്യണം എല്ലാം. പക്ഷേ ഇവർ ഈ പുതുതായിട്ട് വന്നതിൽ എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, കുറച്ച് വ്യക്തികൾ അവരാണ് ചെയ്തത്. അപ്പോൾ എനിക്കൊരു റീൽ ഇൻസ്റ്റ വീണ്ടും എടുത്ത് അയച്ചു തന്നു. ഞാൻ കാണിച്ചു ತರಾಂ. ಒಂದು ವೇಳೆ ಕೊಟ್ಟಿಯೂರಿಗೆ ಬಂದಿರೋದೇನೋ ಸರಿ, ಶಿವಪಾರ್ವತಿಯರ ಆಶೀರ್ವಾದವನ್ನು ಪಡ್ಕೊಂಡಿರೋದೇನೋ ಸರಿ, ಆದ್ರೆ ಇಷ್ಟು ಸ್ವಚ್ಛಂದವಾಗಿರುವಂತ ಕೊಟ್ಟಿಯೂರಿನ ഞാൻ ഫുള്ളും പറയുന്നില്ല. ഈ ഒരു വ്യക്തി പറയുന്നത് കൊട്ടിയൂർ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. സോ ഇവിടെ മലയാളികളും കന്നഡക്കാരും ഒന്നും ഇങ്ങനെ ചെയ്യരുത്. അണ്ടർവെയറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടേക്കുന്നത് ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതൊക്കെയാണ് അവിടെ ഫുള്ള് ഇവർ ഊരിയിട്ട ചെരുപ്പുകൾ. ലേഡീസിൻ്റെ ചെരുപ്പുണ്ട്, ജെൻസിൻ്റെ ചെരുപ്പുണ്ട്. പിന്നെ ഡ്രസ്സ്, ബർമൂഡ, മുണ്ട്, ഇന്നർ വെയേഴ്സ്, തോർത്ത്, ഇത് മൊത്തം അവിടെ മൊത്തം അലുമ്പാക്കി ഇട്ടു. ഇത് പിന്നെ DYFIയിലെ ആൾക്കാർ, അതായത് DYFIയിലെ പിള്ളേർ മൊത്തം അത് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സോ അവർക്കൊരു ഹാറ്റ്സ് ഓഫ്. കാരണം ഇത്രയും നല്ല സ്ഥലത്തിനെ നിങ്ങൾ ഈസി ആയിട്ട്, അതായത് അത്രയും വേസ്റ്റിനെല്ലാം നിങ്ങൾ ഈസി ആയിട്ട് മാറ്റി, നിങ്ങൾക്കൊരു ഹാറ്റ്സ് ഓഫ്. പോരാഞ്ഞിട്ട് ഈ ഒരു പുള്ളിയുടെ കമൻറ്റ് ബോക്സിൽ ഫുള്ള് കോമഡിയാണ്. കമൻറ്റ് ബോക്സിൽ കോമഡി എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. കന്നഡക്കാർ വന്നു വൃത്തികേടാക്കി, ശബരിമലയുടെ അവസ്ഥ ആക്കരുത്, കന്നഡക്കാരുടെ ശ്രദ്ധയ്ക്ക് അടുത്ത കൊല്ലം മുതൽ ഒരുത്തരും ഷട്ടി ഇടാതെ കൊട്ടിയൂർ വരിക, ഇടുന്നവർ അത് പോകുമ്പോൾ തിരിച്ചു കൊണ്ടുപോകേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് മൊത്തം മനസ്സിലായില്ലേ. ഫുള്ള് കന്നഡ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വയ്ക്കുമോ, തൊഴാൻ വന്നാൽ തൊഴുതിട്ട് പോവുക, അടിവസ്ത്രം അഴിച്ചെറിഞ്ഞിട്ട് പോകരുതെന്ന് മനസ്സിലായില്ലേ. പിന്നെ ഒരുത്തൻ പറയുന്നു ഐ ക്യാൻ ഗ്യാരണ്ടി നൺ ഓഫ് ദം ആർ ഫ്രം ഉടുപ്പി. ഒരുത്തനെങ്കിലും പറഞ്ഞല്ലോ ഊരിയിട്ട ഷഡ്ഡികൾ കൊണ്ടുപോയിക്കോളണം എല്ലാവരും, ക്ലീൻ കൊട്ടിയൂർ എന്നൊക്കെ പറഞ്ഞ് ഈ മൊത്തം ഇതിൻ്റെ ഇതാണ്. ഇതുവരെ ഇല്ലായിരുന്നു, നിങ്ങളുടെയൊക്കെ വരവോടുകൂടി നശിപ്പിച്ച്. ഇനി ജട്ടി ഇവിടെ കൊണ്ടുപോയി ഇട്ടാൽ നമ്മ മര്യാദയ്ക്ക് ഗൊത്തില്ല നന്മകന്, നശിപ്പിക്കില്ലടാ മോനെ ഈ അമ്പലം. കേരളക്കാരല്ല ഇത് ചെയ്തത്, കർണാടക അല്ലെങ്കിൽ തമിഴ്നാട്ടുകാർ. കാരണം നമ്മൾ ഇത്രയും നാളും ഈ ഒരു അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ ഒരു സംഭവമേ കൊട്ടിയൂരിൻ്റെ ചരിത്രത്തിലില്ലായിരുന്നു. ശബരിമലയിൽ ഓക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്, പമ്പയിൽ എപ്പോഴും ഊരിയിട്ട് സോപ്പൊക്കെ ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇങ്ങനൊരു സിറ്റുവേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നു. പിന്നെ ഞാനിപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് കൊട്ടിയൂർ ಕನ್ನಡയിൽ ಅನೌನ್ಸ್ ചെയ്യുന്നു. ಈ ಕಡೆ ದೇವಸ್ಥಾನ ಬೆಳಿಗ್ಗೆ 5 ಗಂಟೆ ಓಪನ್ ಮಾಡಿಬಿಟ್ಟು ಸಾಯಂಕಾಲ 7:30 ಗಂಟೆ ಕ್ಲೋಸ್ ಆಗೋದು. ಅದಕ್ಕೆ ಮಧ್ಯೆ ಯಾರು ಬೇಕಾದ್ರೆ ದರ್ಶನ ಮಾಡೋದು, ನಿಧಾನ ಶಾಂತಿ ಸಮಾಧಾನ ದರ್ಶನ ಮಾಡ್ಬೋದು. 11 ತಿಂಗಳು ಈ ಕಡೆ ದೇವಸ್ಥಾನ ಓಪನ್ ಆಗೇ ಇರೋದು. ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരമ്പലത്തിൽ കന്നഡയിൽ അനൗൺസ് ചെയ്യുന്നത്.
എല്ലാവരും മാന്യമായിട്ട് പിരിഞ്ഞു പോകണം. അക്കരെ കൊട്ടിയൂർ അടച്ചു, ഇനി ഇക്കരെ ഉള്ളൂ. ഏകദേശമൊക്കെ എനിക്ക് മനസ്സിലായി. കാരണം അവർ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. കാരണം വൈകുന്നേരം ഇനി നട തുറക്കുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് പെട്ടെന്നാണ് ഒരു വ്യക്തി വന്ന് അമ്പലത്തിൽ തൊഴുതു. ആ ഒരു കാര്യം സോഷ്യൽ മീഡിയ അറിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അടുത്ത കൊട്ടിയൂർ സീസണാണ്. കാരണം കർണാടക ഫുള്ള് ഇപ്പോൾ കൊട്ടിയൂരാണ്. അപ്പോൾ ഈ സമയത്തൊന്നും ലേഡീസ് അധികം വന്നിട്ടില്ല. അടുത്ത വർഷം എന്തായാലും ലേഡീസൊക്കെ ഫുള്ള് ഇടിച്ചു കുത്തി വരും. ഫുള്ള് കർണാടക മൊത്തം വന്നു കഴിഞ്ഞാൽ കൊട്ടിയൂർ താങ്ങൂല. വയനാടും കണ്ണൂരിൻ്റെയും നടുക്കാണിരിക്കുന്നത്. മാനന്തവാടിയിൽ നിന്ന് ഒരു 25 കിലോമീറ്റർ. മാനന്തവാടി അറിയാലോ നിങ്ങൾക്ക്. വയനാട് നമ്മൾ താമരശ്ശേരി ചുരം കയറി മോളിൽ പോകുന്ന സ്ഥലം. അപ്പോൾ ഇവിടെയൊക്കെ ഈ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ഈ ഈ പെട്രോള് അങ്ങനെയുള്ള എല്ലാം ലിമിറ്റഡ് ആണ്. അവിടെ ഒന്നും റൂം പോലും കിട്ടത്തില്ല. അപ്പം അടുത്ത വർഷം എന്താകുമെന്ന് ഐ ഡോണ്ട് നോ. പിന്നെ ഈ ഒരു കൊട്ടിയൂർ അമ്പലം, അല്ലെങ്കിൽ അതൊരു അമ്പലം അല്ല, ഒരു സ്വയംഭൂവായ ശിവലിംഗം കാട്ടിന് നടുക്കിരിക്കുന്ന ഒരു സ്വയംഭൂ, അതായത് നേച്ചറാണ്. ഇവിടെ എങ്ങനെ ഇവരെ കൺട്രോൾ ചെയ്യാനാണ് ഒരു ഐഡിയയില്ല. പോരാഞ്ഞിട്ട് ഈ വർഷം തന്നെ രാവിലെ അവസാന ദിവസമൊക്കെ നമുക്ക് രാവിലെ 5:30, 6 മണിക്ക് നമ്മളെ കയറ്റി വിടും. പക്ഷേ ഇവരുടെ ഈ തിരക്ക് കൊണ്ട് അവസാന ദിവസം നമ്മളെ കയറ്റി വിട്ടത് 8:30 കഴിഞ്ഞിട്ടാണ്. പോരാഞ്ഞിട്ട് 2 മണിയൊക്കെ ആകുമ്പോൾ വാള് കൊണ്ടുപോകാനുള്ളത്. ഇവരുടെ ഈ ബഹളവും ഈ തിരക്കും ഇതെല്ലാം കാരണം 11:30, 12 മണിയായപ്പോൾ വാള് പുറപ്പെട്ട് കഴിഞ്ഞു. ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു ടൈം വെച്ചിട്ട് ഈ സമയം കുറെ കൂടെ നേരത്തെ ആയത്. കാരണം അവർക്കൊന്നും അറിഞ്ഞൂടാ. അവരങ്ങ് ചുമ്മാ റീല് കണ്ടിട്ട് അങ്ങ് വന്ന് ബഹളം വയ്ക്കുവാണ്. ഈ ഒരു അമ്പലത്തിൽ, അല്ലെങ്കിൽ അവിടെ വലം വയ്ക്കാൻ പാടില്ലാത്ത ടൈമാണ് വീരഭദ്രൻ്റെ വാളെടുക്കുന്ന ആ ഒരു സമയത്ത്. ഈ സമയത്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഓടുന്നു, കാണിക്കയിടണം, പൂജാരിയെ കാണണം. വരുന്ന പോലീസുകാരും അവിടെ ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളെല്ലാം കമ്പ് വച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കാം, അത്രമാത്രം അവർക്ക് ഇവരെ കൊണ്ട് ടോർച്ചറായെന്ന്. ഇനി അടുത്ത വർഷം ഇവർ കറക്റ്റായിട്ട്, അതായത് ഈ അമ്പല കമ്മിറ്റിക്കാരെല്ലാം കൂടെ കറക്റ്റായിട്ടൊരു സിസ്റ്റമാറ്റിക്കായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ കൊട്ടിയൂർ ഇവരെ കയ്യിൽ നിൽക്കത്തില്ല. കാരണം അടുത്ത പ്രാവശ്യം ഈ വർഷം വന്ന എല്ലാ ആൾക്കാരും വരും. പ്രത്യേകിച്ച് വയനാട് ഒരിക്കൽ പോയവർക്ക് വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്ന സ്ഥലമാണ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായ കേരളത്തിലെ ഏറ്റവും നല്ല സ്ഥലങ്ങളിലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് വയനാട്ടിലെ ക്ലൈമറ്റ് ആയിക്കോട്ടെ. പ്രത്യേകിച്ച് കൊട്ടിയൂരൊക്കെ പറയുമ്പോൾ ആ ഒരു ഡിവൈൻ ഫീല് നമുക്ക് കിട്ടും ഒരു തവണ പോയാൽ തന്നെ. ഞാൻ തന്നെ 3 തവണ പോയി അടുപ്പിച്ച്. അപ്പോൾ ആലോചിച്ച് നോക്കുക, തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ വണ്ടി കയറി വീണ്ടും വീണ്ടും പോവുക കൊട്ടിയൂരിലേക്ക്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും മലയാളി കർണാടകയിലുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കന്നഡയൊക്കെ അറിയാമെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെയാണ് കൊട്ടിയൂർ. സോ നിങ്ങൾ പ്ലീസ്, നിങ്ങളിവിടെ പാലിക്കേണ്ട കുറച്ച് നോംസ് ഉണ്ട്. ആ നോംസുകളെല്ലാം പാലിക്കുക. പിന്നെ മലയാളികളോട് പറയാനുള്ളത്, വീണ്ടും കൊട്ടിയൂരിലേക്ക് വരിക. ആകെ കുറച്ച് മലയാളികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സ്ഥലം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.